ഹേ ഗായ്സ്, സോ ഡിസൈൻ സ്പെഷ്യലൈസേഷൻസിൽ എപ്പോഴും ഒരു ഫാൻ ഫേവറേറ്റ്സ് ആണ് ഫാഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഫാഷൻ ഓറിയൻറ്റഡ് സ്പെഷ്യലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് കോളേജസ് എന്ന് പറയുന്നത് ഒരു സംശയമില്ല നിഫ്റ്റാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. സോ ഈ ഫെബ്രുവരി 8-ന് നിഫ്റ്റിൻ്റെ ഫസ്റ്റ് ഫേസ് ഓഫ് നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആൻഡ് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്, ഈ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ തവണത്തെയും പോലെ ഈ എക്സാമിനേഷൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓവർവ്യൂ, അതായത് ഗാറ്റിൻ്റെയും കാറ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഓവർവ്യൂ അല്ലെങ്കിൽ എക്സാമിനേഷൻ അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ മൈസെൽഫ് സച്ചിൻ, I'm Fabin, and we are from Think Institute of Design. സോ സർ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നിഫ്റ്റ് 2026? എന്താണ് ഒരു ഓവറോൾ റിയാക്ഷൻ? ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോൾ നോക്കിയാലും സ്റ്റുഡൻസിൻ്റെ ഓവറോൾ ഒരു റിവ്യൂ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ രണ്ട് സെക്ഷൻ, അതായത് ഇനിഷ്യലി ഫസ്റ്റ് കഴിഞ്ഞത് ഗാറ്റ് എക്സാമിനേഷൻ ആയിരുന്നു ഫസ്റ്റ്. സോ ഗാറ്റിൻ്റെ കാര്യം ആദ്യം പറയുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്റ്റുഡൻസിൻ്റെ പൊതുവേ ഉള്ള റിവ്യൂ എന്ന് പറയുന്നത്. യൂഷ്വൽ എക്സ്പെക്റ്റഡ് പാറ്റേൺ ആയിരുന്നെങ്കിൽ പോലും ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തതായിട്ട് പല സ്റ്റുഡൻസ് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സർപ്രൈസിങ് ആയിട്ട് ചില ക്വാണ്ടിറ്റേറ്റീവില് അഡീഷണൽ ടോപ്പിക്കുകളും ഒക്കെ, അത് യൂഷ്വൽ ക്വാണ്ടിറ്റേറ്റീവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡിഫറെൻറ്റ് ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്യാറ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാലും അത് പൊതുവെ ഒരു യൂഷ്വൽ പാറ്റേൺ എന്നുള്ള രീതി തന്നെയാണ് സ്റ്റുഡൻസ് ഓവറോൾ റിവ്യൂ പറയുന്നത്. എനിക്ക് മോഡറേറ്റ് ഈസി ആ ഒരു കൈൻഡ് ഓഫ് റിവ്യൂ ആണ് പൊതുവേ വരുന്നത്. ആൻഡ് ഓവറോൾ എനിക്കൊന്നൊരു മോഡറേറ്റ് എന്നുള്ള രീതി തന്നെയാണ് ഓവറോൾ റിവ്യൂ, അതായത് ഗാറ്റും കാറ്റും നമ്മൾ കമ്പൈൻഡ് എടുക്കുമ്പോൾ തന്നെ മോഡറേറ്റ് എന്നുള്ള റിവ്യൂ ആണ് ഇൻ ജനറൽ നമുക്ക് കിട്ടുന്ന ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഫെബിൻ സാറിട്ടാണെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്? സെയിം റിവ്യൂ തന്നെയാണ്. അവർക്ക് കൂടുതലും അവരെ കുഴപ്പിച്ചത് ഗാറ്റ് പാർട്ട് ആയിരുന്നു. കോണ്ടിൽ നിന്നൊക്കെ കുറച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ ടൈം മാനേജ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. കാറ്റ് പാർട്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മോക്സിലൊക്കെ ഒരുപാട് ചെയ്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈവൻ ഗാറ്റ് പാർട്ടിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ നോക്കുമ്പോൾ മോഡറേറ്റ് റിവ്യൂ തന്നെയാണ് പറഞ്ഞത്. അതിൽ കാറ്റ് പാർട്ട് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ഗാറ്റ് ആണ് കുറച്ചൊരു ഹാർഡ് മോഡറേറ്റ് ലെവലിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, എനിക്കൊന്നു ഇനി നമുക്ക് അപ്കമിങ് സെഷനിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുക ഫസ്റ്റ് എക്സാമിനേഷൻ ജനറൽ എബിലിറ്റി ടെസ്റ്റ്, ഗാറ്റ് തന്നെയായിരിക്കും. സോ യൂഷ്വലി 100 ക്വസ്റ്റ്യൻ 100 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഗാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇൻക്ലൂഡ്സ് ലാംഗ്വേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ ക്വാണ്ടിറ്റേറ്റീവ്, ദെൻ റീസണിങ്, ദെൻ GK. സോ ഇത്രയാണ് ഗാറ്റ് സെക്ഷൻ്റെ മേജർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇനിഷ്യലി നോക്കുന്നത് ലാംഗ്വേജ് സെക്ഷൻ തന്നെയായിരിക്കും. അതായത് ഗാറ്റ് സെക്ഷനിലെ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള ഏരിയ ആണ് ലാംഗ്വേജ്. ബട്ട് കമ്പാരിറ്റീവ്ലി എനിക്കൊന്നു 2 വർഷം മുന്നേ വരെ കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ടായിരുന്നു. ബട്ട് അത് കുറച്ച് കട്ട് ഡൗൺ ചെയ്തിട്ട് GKക്കൊക്കെ അവർ കുറച്ചും കൂടെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നെറ്റ് കഴിഞ്ഞ വർഷം മുതൽ. സോ ഈ വർഷത്തെ ലാംഗ്വേജ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ ആസ് നെറ്റ് ഓൾറെഡി തന്നെ പാറ്റേൺ റിവീൽ ചെയ്തിട്ടുണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്. സോ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതും. ലാംഗ്വേജിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഒരു ഈസി മോഡറേറ്റ് ആണ് സ്റ്റുഡൻസ് ജനറൽ റിവ്യൂ ലാംഗ്വേജ് സെക്ഷനെ പറ്റി പറയുന്നത്. കാര്യം യൂഷ്വൽ എക്സ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. എല്ലാ തവണയും നിഫ്റ്റിൻ്റെ സർട്ടൺ പാറ്റേൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതായത് വിച്ച് ഇൻക്ലൂഡ്സ് കോംപ്രിഹെൻഷൻ, ദെൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, എറർ കറക്ഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, സിനോണിംസ്, ആന്റോണിംസ്. സോ ഇങ്ങനെയുള്ള ജനറൽ യൂഷ്വലി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നെറ്റിൽ ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. വലിയൊരു സർപ്രൈസിങ് എലമെന്റ്സോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. യൂഷ്വൽ എന്താണ് പാറ്റേൺ അത് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം സ്റ്റുഡൻസ് ഒരു ഈസി മോഡറേറ്റ് ലെവൽ തന്നെയാണ് ലാംഗ്വേജ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത സെക്ഷൻ, അതായത് GK പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ യൂഷ്വലി വളരെ വാസ്റ്റ് ആണ് GK ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് ഏത് ടോപ്പിക്കിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷൻ നോക്കണം എന്നുള്ളത് പൊതുവേ സ്റ്റുഡൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അവരെപ്പോഴും അത്യാവശ്യം ടെൻസ്ഡും ആണ് GKയുടെ കാര്യം പറയുമ്പോൾ എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളതൊക്കെ. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ വർഷം നിഫ്റ്റ് അവരുടെ യൂഷ്വൽ പാറ്റേൺ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം സാധാരണ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് പൊതുവേ ഡിസൈൻ എൻട്രൻസ് എക്സാമിനേഷനിൽ നമ്മൾ GK പാർട്ടിൽ നിന്ന് യൂഷ്വലി ഈ പറഞ്ഞ പെയിന്റിങ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് അങ്ങനെ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ തവണ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യാറുണ്ട്. പക്ഷേ നിഫ്റ്റിൽ പൊതുവേ അതങ്ങനെ ഇങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ആ പാറ്റേൺ ആണ് ഇത്തവണ നിഫ്റ്റ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ ഒരു ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഫാഷൻ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷം കൂടുതലായിട്ട്.
ആൻഡ് 25 ക്വസ്റ്റ്യൻസ് തന്നെയാണ് GK എന്ന് ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഒരു മോഡറേറ്റ് ലെവൽ, അത് എല്ലാ തവണ എനിക്കൊന്നും അങ്ങനെ തന്നെ ആയിരിക്കും. വരാറ് കാര്യം എവിടെ നിന്ന് വരും അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും വാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ യൂഷ്വലി ഒരു മോഡറേറ്റ് തന്നെയാണ് എല്ലാ തവണയും GK സ്റ്റുഡൻസ് വരാറ് പറയാറുള്ളത്. യൂഷ്വൽ പാറ്റേൺ എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. Yes, ടെക്സ്റ്റൈൽസ്, yes, yes. പെയിന്റിങ്സ് അതെ അതെ, അത് എല്ലാം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. പ്ലസ് യൂഷ്വലി സാധാരണ ചോദിക്കാത്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും questions ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു മേജർ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ എക്സ്പെക്റ്റഡ് ടോപ്പിക്കുകൾ, അതെ ടെക്സ്റ്റൈൽ, പെയിന്റിംഗ്, ഡാൻസ് ഫോംസ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കീംസ് schemes. ഓറിയന്റഡ്. എനിക്കൊന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ കൂടുതലായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ഗവൺമെന്റ് സ്കീംസ് സുനിൽ റിലേറ്റ് ചെയ്തിട്ട്. പറയുന്നുണ്ടായിരുന്നു. അതും ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്ന്. ഇപ്പം ഇനി അടുത്ത് വരാൻ പോകുന്ന എക്സാമിനേഷനിലൊക്കെ അത്തരം കൈൻഡ് ഓഫ് ടോപ്പിക്കുകളൊക്കെ നമ്മൾ കുറച്ച് കൂടുതലും കൂടെ കവർ ചെയ്യേണ്ടി വരും ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ. ആൻഡ് ഫാഷൻ ഇൻഡസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കൊന്ന് പണ്ടായിരുന്നു കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷമായിട്ട് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ യൂഷ്വലി കാണാറില്ല. കണ്ടിട്ടുണ്ടായിരുന്നില്ല. Yes. ഇത്തവണ അത് ബാക്ക് ടു അത്തരം ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Yes. ആൻഡ് അതുപോലെ എനിക്കൊന്ന് തിങ്കിന്റെ മെറ്റീരിയലിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെന്ന് കുട്ടികൾ എൻ്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. റീസെന്റ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മെറ്റീരിയലിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പറയുന്നുണ്ടായിരുന്നു. ടെക്സ്റ്റൈൽ, ഫുൽക്കാരി, അതുപോലെ തന്നെ പോച്ചമ്പള്ളി ആക്ച്വലി എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ക്യൂരിയോസിറ്റി ക്വിസിൽ ഒരു ക്വസ്റ്റ്യൻ പോയിട്ടുണ്ടായിരുന്നു പോച്ചമ്പള്ളി റിലേറ്റ് ചെയ്തിട്ട്. ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിക് നെയിംസ് ഓഫ് സിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അഹമ്മദാബാദാണ്, അത് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അബ്രിവേഷൻ Versions. നീതി ആയോഗിന്റെ എനിക്ക് മുൻപ് NID ചോദിച്ചിട്ടുണ്ട്. നീതിയുടെ ഫുൾ ഫോം Full form ചോദിച്ചിട്ടുണ്ട്. യെസ്. പിന്നെ സ്റ്റഡി ഓഫ് ഹ്യൂമൻ അതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് രീതിയില്, yes. ക്വസ്റ്റ്യൻ. പിന്നെ റേഷ്യോ ഓഫ് നാഷണൽ ഫ്ലാഗ്, ഉം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഇൻ ജനറൽ 25 ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ സ്റ്റുഡൻസ് പറഞ്ഞ സർട്ടൻ ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ദെൻ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ കുഴക്കിയൊരു സെക്ഷൻ 2026 വില്ലൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ക്വാണ്ടിറ്റേറ്റീവിൽ ആ ഒരു യൂഷ്വൽ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ടോപ്പിക്സ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ട് ഇപ്പോൾ പെർസെൻറ്റേജ്, റേഷ്യോ, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്, വർക്ക് ആൻഡ് ടൈം, സ്പീഡ് ഡിസ്റ്റൻസ്, അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ടൈം ആൻഡ് വർക്ക് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം കോണ്ടിൽ വന്നിട്ടുണ്ട്. അതാണ് കുട്ടികളെ കുറച്ച് കുഴപ്പിച്ചത്. ആൻഡ് ഓൾസോ ആ ഒരു യൂഷ്വൽ പാറ്റേണിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന പാറ്റേണിൽ തന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ട് കുട്ടികൾ പറഞ്ഞൊരു കാര്യം ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു, കാൽക്കുലസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതാണ്. അവർ കൺസേൺ പറയുന്നുണ്ടായിരുന്നു. കാൽക്കുലസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു, +1 +2 ചില ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നു ലീനിയർ പ്രോഗ്രാമിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം മാക്സിമൈസിങ് ആൻഡ് മിനിമലൈസിങ് ഗ്രാഫ് എന്ന് പറയുന്ന ടോപ്പിക് കാൽക്കുലസ് യൂസ് ചെയ്തിട്ട് ഡബിൾ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്കൊന്ന് യൂഷ്വൽ നിഫ്റ്റിന്റെ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുള്ള മീൻസ് ഓഫ് കോഴ്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കാറില്ല, ബട്ട് ഈ ടൈം അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കോർഡിനേറ്റ് ജോമെട്രിന്ന് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് കോർഡിനേറ്റ്സ് എന്നിട്ട് സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന, ഏരിയ കണ്ടുപിടിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ക്വാണ്ടിറ്റേറ്റീവ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അപ്പോൾ ആ ക്വാണ്ടിറ്റേറ്റീവിന് എത്രയും ടൈം എടുത്തത് കൊണ്ട് തന്നെ ഓവറോൾ ഗാറ്റ് അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാംഗ്വേജിൽ വരുന്നുണ്ട്, നോൺ വെർബലിലാണെന്നുണ്ടെങ്കിലും ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ കോണ്ടന്റ് എടുത്ത ടൈം ഓവറോൾ ടൈം മാനേജ്മെന്റിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോണ്ട് ഇപ്പോൾ ചോദിക്കുന്നവരൊക്കെ ഹാർഡ് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ആണ് തരുന്നത്, ഇങ്ങനെയാണ് തരുന്നത്. പിന്നെ വെയിറ്റേജും ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ അറൗണ്ട് 20 ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ എല്ലാവർക്കും അത്യാവശ്യം ടഫായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഹാർഡ് ആണെന്നുള്ളതല്ല, ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് പാറ്റേൺസ് വന്നേ ഉള്ളൂ. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേഷ്യോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് റൂമിൽ 40 സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ റേഷ്യോ 5:3 ആണ്. സോ ആ റേഷ്യോന് 6:5 ആക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഗേൾസ് കൂടെ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ബേസിക് റേഷ്യോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുപോലത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ ഡബിൾ ഡിഫറൻസിയേഷൻ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി അവർ. അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു ഹാർഡ് റിവ്യൂ ആണ് അവർ തരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് പാർട്ടിൽ.
ആൻഡ് ദെൻ ഇതിനൊരു റിലീഫായിട്ട് പിന്നെ നേരെ വരുന്നത് നമ്മുടെ റീസണിങ് Reasoning പാർട്ടായിരുന്നു. റീസണിങ് ആക്ച്വലി കംപ്ലീറ്റ്ലി ഈസി എന്നുള്ളൊരു റിവ്യൂ ആണ് കുട്ടികൾ പറയുന്നത്. സമാധാനമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പറ്റുന്ന ഏരിയ ഏരിയ ആയിരുന്നു. ആൻഡ് ഇപ്രാവശ്യത്തെ റീസണിങ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒബ്വിയസ് ഓപ്ഷൻസ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇപ്പോൾ യൂഷ്വലി കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണല്ലോ ഈ ഓപ്ഷൻസ് കൊടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യത്തത് ഇപ്പോൾ മിറർ ഇമേജ് ഒക്കെ ആണെങ്കിൽ തന്നെ ഫിഗർ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഓപ്ഷൻസ് നിന്ന് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒബ്വിയസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മിറർ ഇമേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റീസണിങ്ങിലാണെങ്കിൽ ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡയറക്ഷൻ സെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാറ്റേൺസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഈസി ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൽ ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഈ നോൺ വെർബൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പെൻ ആൻഡ് പേപ്പർ മോഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ നോൺ വെർബൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. CBT മോഡിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ ഒരു റാങ്കിങ് ഓർഡറിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരു ടോപ്പിൽ നിന്നും അതുപോലെ തന്നെ ബോട്ടത്തു നിന്നുള്ള പൊസിഷൻ പറഞ്ഞിട്ട് അതിൽ ബേസിക്കലി ഒരു ക്ലാസ്സിൻ്റെ ഒരു ടോട്ടൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ് പാർട്ടിൽ വന്നത്. സോ ഓവറോൾ ഗാറ്റ് നോക്കുമ്പോൾ ഏറ്റവും ഈസി പാർട്ട് ഏതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്നത് ഒബ്വിയസ്ലി റീസണിങ് പാർട്ട് തന്നെയാണ്. യെസ്. ഓക്കെ. സോ ഇൻ ജനറൽ ഈ ഒരു ഓവർവ്യൂ ആണ്. നമ്മളിപ്പോൾ സബ്ജക്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്തു. മേജർ സബ്ജക്റ്റ് ലാംഗ്വേജും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലും GK ആണെങ്കിലും റീസണിങ് ആണെങ്കിലും. സോ ഇൻ ജനറൽ സമ്മറൈസ്ഡ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് തന്നെയാണ് ഇൻ ജനറൽ ഗാറ്റ് സെക്ഷനിലുള്ള ഇത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നു കട്ട് ഓഫ് എനിക്കൊന്ന് കമ്പൈൻഡ് ആയിട്ട് തന്നെയാണ് അവർ കാൽക്കുലേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ചസ് വരാം. ഇതൊരു ഹാർഡ് ലെവൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിലേക്ക് പോയതുകൊണ്ട് തന്നെ. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കാറ്റ് സെക്ഷൻ ആണ്, ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്. അതായത് സെഷൻ 2 ആയിട്ടായിരുന്നു കാറ്റ് എക്സാമിനേഷൻ നടന്നിരുന്നത്. ആൻഡ് നിഫ്റ്റ് എക്സാമിനേഷൻ ഫൈനൽ റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ക്യാരി ചെയ്യുന്ന സെക്ഷനാണ് കാറ്റ്. അതായത് 50% ആണ് കാറ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. 3 hours എക്സാമിനേഷൻ ആണ്. ആൻഡ് യൂഷ്വൽ 3 questions ആണ് നിഫ്റ്റിന് കാറ്റ് സെക്ഷനിൽ ചോദിക്കാറ്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് പോകും. സോ ഫെബിൻ സാർ, എങ്ങനെ ഉണ്ടായിരുന്നു കാറ്റ് സെക്ഷൻ? കാറ്റ് ആക്ച്വലി ഗാറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ആണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഗാറ്റ് അത്യാവശ്യം ഒരു ഹാർഡ് മോഡറേറ്റ് റിവ്യൂ ആണ് കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ഇവർ പോയിട്ട് കാറ്റ് എക്സാം എഴുതുന്നത്. അതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാവരും ഈസി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ബട്ട് കമ്മിങ് ടു ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് ഈസി ആവുന്നത് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മോക്ക് എക്സാംസിനാണെങ്കിലും അഡീഷണൽ ടാസ്കിലും എലൈറ്റ് ടാസ്കിലൊക്കെ വന്നിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു പ്രൊഡക്റ്റ് ഡിസൈനാണ്. ഒരു ബേർഡ് ഫീഡർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ബേസിക് ഷേപ്സ് കൊടുത്തിട്ടുണ്ട്. സർക്കിൾസ്, ട്രയാങ്കിൾസ്, റെക്റ്റാങ്കിൾ, ഹെക്സഗൺ, ഈ ഷേപ്സ് യൂസ് ചെയ്തിട്ട് ഒരു ബേർഡ് ഫീഡർ ഡിസൈൻ ചെയ്യാന്നുള്ള രീതിയിൽ. ഈ സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കുറേ ചോദിച്ചിട്ടുണ്ട്. മോക്ക് എക്സാംസിനൊക്കെ ചെയർ ഡിസൈൻ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം പാറ്റേൺ തന്നെയാണ്. ഇവിടെ കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 4 കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു ബേർഡ് ഫീഡർ ഡിസൈൻ ചെയ്യാം. അവിടെ റൂള് പറയുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഷേപ്സും അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് റീയൂസ് ചെയ്യാം, റീസൈസ് ചെയ്യാം, ഇഷ്ടമുള്ള സ്കെയിലിൽ അവർക്ക് യൂസ് ചെയ്യാം. പക്ഷേ കട്ട് ചെയ്യാനോ സ്ലൈസ് ചെയ്യാനോ ഒന്നും പാടില്ല. ആസ് സച്ച് തന്നെ ആ ഷേപ്സ് യൂസ് ചെയ്യണം. യെസ്. അതിൽ കോണ്ടെക്സ്റ്റ് വരുന്നത് ഒന്നൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൻ്റെ വിൻഡോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ, പിന്നെ ഓൾഡ് ഏജ് ഹോം, അതുപോലെ തന്നെ ഓതേഴ്സ് വിൻഡോ. സോ ഈ 4 കോണ്ടെക്സ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊതുവേ നിഫ്റ്റിന് എക്സ്പെക്റ്റഡ് പാറ്റേൺ തന്നെയാണ്. ഒരു കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. സോ അവർ എക്സ്പെക്റ്റഡ് പാറ്റേണിൽ തന്നെയാണ്. ഇതിലൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തു എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഷേപ്സ് കൊടുത്തിട്ട് ആ ഷേപ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ നിഫ്റ്റിന് അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല. NIDക്കൊക്കെ ആണ് യൂഷ്വലി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. സോ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. പൊതുവെയുള്ള ഒരു പാറ്റേൺ തന്നെയാണെന്ന് തോന്നുന്നു. സ്റ്റുഡൻസിന് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് യൂഷ്വലി കൊടുക്കുന്നത്. ലാസ്റ്റ് ഇയർ ആണെങ്കിലും 25-ലാണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. സീൻ ഡ്രോയിങ് ആണ്. സീൻ ഡ്രോയിങ് ആക്ച്വലി NIDക്ക് വേണ്ടിയിട്ടും UCDന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൽ നിഫ്റ്റിനെ എങ്ങനെ ഡിഫറെൻ്റ് ആക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിന് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സീൻ ഡ്രോയിങ് വരയ്ക്കാനായിട്ട് പറയുന്നത്. ആൻഡ് ഇപ്രാവശ്യം അവർ ഹോൾ ടിക്കറ്റിലാണെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെൻസിൽ കളേഴ്സ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത്.
യെസ്. അപ്പോൾ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു സീൻ ഡ്രോയിങ്, ഒരു ഫെസ്റ്റിവൽ സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫെസ്റ്റിവൽ സീൻ സ്കെച്ച് ചെയ്യാം. ആൻഡ് ദെൻ അത് കളേഴ്സ് യൂസ് ചെയ്തിട്ട് റെൻഡർ ചെയ്യാം. അപ്പോൾ അവിടെ കോണ്ടെക്സ്റ്റ് വരുന്നത് ഒരു മാർക്കറ്റ്, പിന്നെ ഒരു നേച്ചർ റിട്രീറ്റ് ഇൻ ദ ഫോറസ്റ്റ്, പിന്നെ ഒരു റിവർ സൈഡിൻ്റെ അടുത്തുള്ള ഒരു ഫെസ്റ്റിവൽ അവർ സ്കെച്ച് ചെയ്യാനാണ്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് സ്കെച്ച് ചെയ്യുക, കളർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാർക്സ് വരുന്നത് 30 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനും 30 മാർക്സ് തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോൾ ഇതിലും അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ട് അവർക്ക് ചൂസ് ചെയ്തിട്ട് സീൻ വരയ്ക്കുക എന്നുള്ളതാണ്. യെസ്. തേർഡ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ബേസ്ഡ് ആണ്. യൂഷ്വലി അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രൊഡക്റ്റ് ബേസ്ഡ് വരാറില്ല. വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇവിടെ 2 കൈൻഡ് ഓഫ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് അവർ ഡിസൈൻ ചെയ്യണം. ആൻഡ് ദെൻ അവർ ഡിസൈൻ ചെയ്യേണ്ടത് ലൈക്ക് പേഴ്സൺസ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിസൈൻ അവർ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യേണ്ടത് ഒരു ബൈസിക്കിൾ, ഒരു സ്റ്റൂൾ അല്ലെങ്കിൽ ഒരു വാട്ടർ ടാപ്പ് ഇൻസ്പയർഡ് ആയിട്ടാണ്. ആൻഡ് ദെൻ 3 കാറ്റഗറി ഓഫ് പീപ്പിൾ അവിടെ കൊടുക്കുന്നുണ്ട്. എൽഡർലി പേഴ്സൺ, സ്ട്രീറ്റ് വെൻഡർ, അതുപോലെ തന്നെ ഒരു ഓഫീസ് ഗോയിങ് പേഴ്സൺ. ഈ 3-ൽ ഏതെങ്കിലും ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ട് യെസ് ആ ഒരു നിഫ്റ്റ് പാറ്റേൺ ചെറുതായിട്ട് മാറി കുറച്ച് എൻ ഐ ഡി പിടിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇതും അഗെയിൻ ഒരു ഡിസൈൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് പെട്ടെന്ന് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, കാരണം ഓൾറെഡി ആ ഒരു പ്രൊഡക്റ്റ് ഇൻസ്പയർ ചെയ്യുന്നതിന് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ആ കാറ്റഗറിയും, അപ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പ്രോബബിലിറ്റി പ്രകാരം അത്രയും നമ്പർ ഓഫ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് അവർ കൺഫ്യൂസ്ഡ് ആവും, എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്, ഏതായിരിക്കും മാപ്ഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് കൂടിയാണ് ഇതിൽ ആവശ്യം വരുന്നത്. യെസ്. അപ്പോൾ ഇത്രയായിരുന്നു നിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ടൈം മാനേജ്മെന്റ് യൂഷ്വലി നിഫ്റ്റിന് അങ്ങനെ ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് വരാറില്ല. 3 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. NID UC ഒക്കെ ഹോൾ എക്സാം തന്നെ 3 hours ഉള്ളൂ. നിഫ്റ്റിന് കാറ്റ് പാർട്ടിന് മാത്രം 3 hours കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട്. ആ ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിലും അവർ അത്രയും ക്വാളിറ്റിയിൽ വേണം അവർ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യന് 40 മാർക്സ് ആയിരുന്നു. വെയിറ്റേജ് കൂടുതൽ ആ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് കൂടുതൽ ടൈം കുട്ടികൾ എടുത്തത് സീൻ ചെയ്യാനായിട്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് വേണം. അത് ഫെസ്റ്റിവൽ ആണ്. യെസ്. 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ ഹ്യൂമൻ ഫിഗേഴ്സ് വന്നു. ആ ഫെസ്റ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത്ര ഈസി അല്ല. നല്ല ഡൈനാമിക് ആയിട്ടുള്ള ഒരു സീന് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ അതൊരു കോണ്ടെക്സ്റ്റിലേക്ക് സെറ്റ് ചെയ്യാന്ന് കൂടെ പറയുമ്പോൾ, ഇപ്പോൾ ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് വേണം, പെർസ്പെക്റ്റീവ് ശ്രദ്ധിക്കണം, അത് സീൻ ഡൈനാമിക് ആവണം, പ്ലസ് അതൊരു ഫെസ്റ്റിവൽ മോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണം. ആൻഡ് ദെൻ അത് കളർ ചെയ്യാൻ കൂടെ വരിക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ മൊത്തത്തിൽ 3 hours ഏറ്റവും കൂടുതൽ ടൈം, മോർ ദാൻ 1 hour കുട്ടികൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു എന്നാണ് പറഞ്ഞത്. ബട്ട് ഓവറോൾ 3 hours നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഡ്രോയിങ് പാർട്ടിൽ അവർ ഹാപ്പിയാണ്. ഗാറ്റ് കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് ഇറങ്ങി അവർ കാറ്റൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസം തരുന്ന രീതിയിലായിരുന്നു കാറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാം, കാരണം ഓൾറെഡി അവരുടെ കംഫർട്ട് സോണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ നല്ലൊരു സ്കോറൊക്കെ ആ രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് വെയിറ്റേജും കൂടുതൽ വരുന്നത് കാറ്റിന് തന്നെയാണല്ലോ. യെസ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ എന്തായാലും ഉറപ്പായിട്ടും ഫെസിലിറ്റിക്ക് വരുമ്പോൾ. യെസ്. സോ ഈ വർഷത്തെ നെക്സ്റ്റ് ബാച്ചലർ ഓഫ് ഡിസൈൻ എക്സാമിനേഷൻസിന്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ സമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാറ്റ് സെക്ഷൻ മോഡറേറ്റ് ലെവൽ തന്നെയായിരുന്നു. സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ കുഴക്കിയ ഏരിയ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആയിരുന്നു. അതായത് വില്ലൻ അരിത്തമെറ്റിക് തന്നെയായിരുന്നു. യൂഷ്വൽ പാറ്റേണിൽ നിന്ന് കുറച്ചും കൂടെ ഒരു കോർ മാത്തമെറ്റിക് ടോപ്പിക്കുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു മോഡറേറ്റ് ലെവലാണ് കാറ്റ് സെക്ഷൻ. കാറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എന്നാലും ഈസിലി ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈസി ടു മോഡറേറ്റ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ ഗൈസ്, ഡിസൈൻ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് ഫേസ് ഒക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. NID കഴിഞ്ഞു, UCD കഴിഞ്ഞു, നിഫ്റ്റ് കഴിഞ്ഞു. സോ ഫസ്റ്റ് ഫേസ് ഒക്കെ അങ്ങനെ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതായത് പറഞ്ഞ പോലെ രാവിലെ കബഡിയും പന്തുകളിയും ചെസ്സൊക്കെ കഴിഞ്ഞു. ഇനി രാവിലെ പാട്ട് മത്സരം പോകുന്നത്. സോ അതിനിടയ്ക്ക് ആ ചെറിയ ബ്രേക്കൊക്കെ നിങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. ആൻഡ് അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ നിഫ്റ്റ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഏതായിരുന്നു ഈസിയർ സബ്ജക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ കുഴക്കിയ ഏതെങ്കിലും ടോപ്പിക്കുകളോ ക്വസ്റ്റനോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മീ സച്ചിൻ, ഫെബിൻ, സൈനിങ് ഓഫ്.